Hello, friends. This is Ruby's World. അപ്പോൾ നമ്മൾക്ക് ഞാനിന്ന് പറയാൻ പോണത് എങ്ങനെയാണ് ഗുഡ് ഹൈജീൻ ആൻഡ് ഗുഡ് ഗ്രൂമിങ്, എങ്ങനെയാണ് ഹൈജീൻ ആൻഡ് ഗ്രൂമിങ് എന്നുള്ള ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ അടുത്ത് വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ ഹൈജീൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അല്ലേ? നമുക്കെല്ലാവർക്കും അറിയാം ഹൈജീൻ എങ്ങനെയാണ്, നമ്മൾ എങ്ങനെയാണ് നല്ലൊരു ഹൈജീനായി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നെല്ലാം നമുക്കറിയാം. അതൊരു സയൻസാണ്, നമ്മൾക്കറിയാം അല്ലേ? അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് ആദ്യം നീട്ടിക്കൊണ്ടുകൂടിയില്ല. ഫസ്റ്റ് പോയിൻ്റായിട്ട് പറയുന്നത് ടു ബാത്ത് ട്വൈസ് ഡെയിലി. നമ്മൾ ഏറ്റവും മസ്റ്റായിട്ട് ചെയ്യേണ്ടത് ബാത്ത് ഡെയിലി ആണ്. ഇപ്പം എല്ലാവർക്കും സമയക്കുറവുകൊണ്ട് ഡെയിലി ചെയ്യാൻ പറ്റില്ല വെച്ചെങ്കിലും കൂടി നമ്മൾ മാക്സിമം ബോഡി ബാത്തെങ്കിലും നമ്മൾ ഡെയിലി ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ പോയിന്റ് പറയണത് ഫ്രീക്വൻറ്റ് ഹെയർ വാഷ്. നമ്മുടെ ഹെയർ എപ്പോഴും ഡള്ളും നമ്മളുടെ ലൈഫില്ലാത്ത പോലെയൊക്കെ തോന്നുമല്ലോ. അപ്പോൾ നല്ലൊരു കണ്ടീഷണർ, നല്ലൊരു ഷാമ്പു ഉപയോഗിച്ച് നമ്മൾ വാം വാട്ടറിൽ നമ്മൾ ഫ്രഷായി വെച്ചാൽ നമ്മൾക്ക് തന്നെ ഒരു നല്ലൊരു എനർജറ്റിക് ഫീൽ തോന്നില്ലേ? അപ്പോൾ അതാണ് ചെയ്യേണ്ടത്. മൂന്നാമത് പറയേണ്ടത് നമ്മൾ എപ്പോഴും നമ്മളുടെ ബാത്ത് കഴിഞ്ഞാലും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ഒരു ഗുഡ് ഡിയോഡ്രൻറ്റ്. നമുക്കറിയാമല്ലോ, നമ്മളിപ്പോൾ ഇങ്ങനെ പബ്ലിക് പ്ലേസിലൊക്കെ പോകുമ്പോൾ, നല്ല ഫിലിം സ്റ്റാർസിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗുഡ് പേഴ്സണാലിറ്റീസ് എല്ലാവരും ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കും. ചിലപ്പോൾ ചില ആൾക്കാർ നമ്മുടെ ബാക്കിൽ വന്നു കഴിഞ്ഞാൽ എന്ത് സ്മെല്ലാണ്, എന്ത് പെർഫ്യൂം അവർ ഉപയോഗിക്കണേ, എന്ത് ഡിയോഡ്രൻ്റാണ് അവർ ഉപയോഗിക്കണേ എന്ന് നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. ഇപ്പം ഇഷ്ടംപോലെ നല്ല ബ്രാൻഡുകൾ കിട്ടുന്നുണ്ട്. യൂസ് ദാറ്റ്. എന്നിട്ട് ഫോർത്ത് പോയിൻ്റായിട്ട് ഞാൻ പറയുന്നത് ടീത്ത് ഷുഡ് ബി ക്ലീൻ ആഫ്റ്റർ എവറി മീൽ അല്ലേ? നമുക്കറിയാം, പക്ഷേങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇപ്പോൾ ഹോട്ടലിലെ ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ അവർ തരുന്ന എന്താ പറയുക ലെമൺ നമ്മൾ വൈപ്പ് ചെയ്ത് നമ്മൾ പോരും, ടിഷ്യൂ കൊണ്ട് വൈപ്പ് ചെയ്തിട്ടൊക്കെ പോരും. പിന്നെ വീട്ടിലെത്തുമ്പോഴേക്കും നമ്മൾ അതെല്ലാം മറക്കും അല്ലേ? അപ്പോൾ നമ്മൾ വാഷ് ചെയ്യുക. അപ്പോൾ അത് നമ്മൾ ഓർത്ത് എപ്പോഴും എവറി മീലിന് ശേഷം നമ്മൾ മാക്സിമം വാഷ് ചെയ്യാൻ ട്രൈ ചെയ്യുക. ഓക്കെ, അടുത്ത പോയിൻ്റായിട്ട് ഞാൻ പറയണത് ദന്തൽ ചെക്കപ്പ് ആഫ്റ്റർ എവറി 6 months. ദന്തൽ ചെക്കപ്പ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പോഴത്തെ ഫുഡിൽ നമ്മൾ ഇഷ്ടംപോലെ ചോക്ലേറ്റ്സ്, കേക്ക്സ്, അങ്ങനെ ടിൻ ഫുഡ്സ്, അങ്ങനെ നമ്മൾ ഇഷ്ടംപോലെ എന്തും കഴിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ടീത്തിൻ്റെ ഉള്ളിൽ നമ്മളറിയാതെ തന്നെ എവിടെയൊക്കെയാണ് കാവിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് അതൊന്നും പറഞ്ഞ് നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും അത് കീപ്പ് ചെയ്യണം, ചെക്ക് ചെയ്യണത് ഏറ്റവും നല്ലൊരു മെത്തേഡാണ്. ഓക്കെ, പിന്നെ നമുക്ക് അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഹാൻഡ് ഷുഡ് ബി മാനിക്യൂർ. എപ്പോഴും നമ്മൾ നമ്മുടെ കൈയെ വൃത്തിയായി മാനിക്യൂർ ചെയ്ത് ഒരു എന്താ പറയുക കളർഫുള്ളുള്ള നെയിൽ പോളിഷ് ഒന്നല്ലെങ്കിലും കൂടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ലൈറ്റായിട്ടുള്ള നെയിൽ ലാമൽസ് മാത്രം യൂസ് ചെയ്തിട്ടും നമ്മൾ നമ്മുടെ കൈയും ഫിംഗേഴ്സും ഒക്കെ നന്നായിട്ട് നമ്മൾ ക്ലീനായിട്ട് സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. ദെൻ കറക്റ്റ് ആൻഡ് ലൈറ്റ് മേക്കപ്പ്. കറക്റ്റ് ചെയ്ത് നമ്മൾക്ക് എവിടേക്കാണ് ടച്ചപ്പ് ആൻഡ് മേക്കപ്പ്, ലൈറ്റ് മേക്കപ്പ്. ഇപ്പം ഇന്നത്തെ കാലത്ത് ഇപ്പം നമ്മൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഹെവി മേക്കപ്പ് ഒന്നും ചെയ്ത് ഡെയിലി റൂട്ടീനിലൊന്നും നടക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വെറുതെ നമ്മൾ നല്ലൊരു ഫേസ് വാഷ് യൂസ് ചെയ്യുക. ദെൻ അതിനുശേഷം നന്നായി ക്ലിൻസിങ് ചെയ്തതിന് ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു ടോണർ, ഇഷ്ടംപോലെ ടോണേഴ്സ് കിട്ടുന്നുണ്ട്. നമുക്ക് സൂട്ടാവുന്നത്, നമുക്ക് അതിൻ്റെ സ്മെല്ല്, ഫ്രാഗ്രൻസ് എല്ലാം സൂട്ടാവണം, നമുക്ക് ഇഷ്ടമാവണ ഏതെങ്കിലും ഒരു ടോണർ യൂസ് ചെയ്യുക, ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. That's it. Then apply lip balm, lip liner, otherwise lip balm, and use കണ്ണുകളാണ് നമ്മുടെ ഏറ്റവും അട്രാക്റ്റീവ് അല്ലേ? അപ്പോൾ നമ്മുടെ കണ്ണുകളിനെ നമ്മൾ എപ്പോഴും കൂൾ ആൻഡ് ഹെൽത്തി ആയിട്ട് വെക്കണം. അതിന് നമ്മൾ എപ്പോഴും റെഗുലർ ഫ്രീക്വൻറ്റ് വാഷ് ഐലിഡ്സ് ആൻഡ് ഐബ്രോസ് ആൻഡ് ടച്ച്
ഓൾ പറയാം നമ്മുടെ കണ്ണിനടിയിൽ നമുക്ക് എപ്പോഴും സ്ട്രെയിൻ കൊടുക്കുകയാണ് തോന്നുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത് നമ്മൾ റോസ് വാട്ടർ ഉപയോഗിച്ച് നമ്മൾ ഉറങ്ങുന്ന കിടക്കുന്ന സമയത്തെങ്കിലും നമ്മുടെ കണ്ണിൻ്റെ മുകളിൽ കോട്ടൺ ഇട്ട് അങ്ങനെ നന്നായിട്ട് നമ്മൾ കണ്ണിനെ സൂക്ഷിച്ച് കഴിഞ്ഞിട്ട് വെച്ചാൽ പിന്നെ അപ്ലൈ ലിറ്റിൽ കാജൽ കാജൽ കൺമഷി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ബ്രാൻഡിൻ്റെ അത് യൂസ് ചെയ്യുക. അപ്പോൾ ഇഷ്ടംപോലെ പ്രോഡക്റ്റ് നമുക്ക് നല്ല നല്ല ഗുഡ് പ്രോഡക്റ്റ് കിട്ടുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് ഏതാ സൂട്ടാണ്, നിങ്ങൾക്ക് ഏതാ ഇഷ്ടമാണെങ്കിൽ അത് യൂസ് ചെയ്യുക. ഓക്കെ. പിന്നെ മസ്റ്റായിട്ട് ചെയ്യേണ്ടത് നെയിൽസ് ഷുഡ് ബി ഷോർട്ട് ആൻഡ് ക്ലീൻ. നമ്മളെപ്പോഴും ചിലപ്പോൾ നമ്മളുടെ നെയിൽസ് പൊട്ടിപ്പോകും. നമ്മളുടെ നെയിൽസിന് നമുക്ക് ലോങ് നെയിൽസ് ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ കെയർ ചെയ്യാൻ പറ്റില്ല. അതർവൈസ് ലോങ് നെയിൽസ് ആണ് വെച്ചെങ്കിൽ ഇപ്പം ഇഷ്ടം പോലെ നെയിലാട്ടും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ, അത് യൂസ് ചെയ്യുക. ഇല്ലാത്ത പക്ഷം നമ്മൾ അതിനെ ഷോർട്ട് ആൻഡ് കട്ടായി ക്ലീൻ ആൻഡ് ഹൈജീനിക് ആയിട്ട് വെക്കുക. ഇനി ലാസ്റ്റ് ഒരു കാര്യം മാത്രം നമ്മൾ പറയേണ്ടത്, നോ ബാഡ് ഹാബിറ്റ്സ്. നമ്മൾ യാതൊരു ബാഡ് ഹാബിറ്റ്സും ചെയ്യാൻ പാടില്ല. ചില ടുബാക്കോ ച്യൂയിങ് ആൻഡ് സ്മോക്ക്, പാന്, ഇതെല്ലാം എല്ലാവർക്കും പബ്ലിക്കിന് എല്ലാം നമ്മുടെ ഇഷ്ടങ്ങൾ മാത്രമല്ലോ. പബ്ലിക് പ്ലേസിൽ പോകുമ്പോൾ നമ്മൾ അതെല്ലാം കീപ്പ് ചെയ്യണം. അത് എല്ലാവർക്കും ഇഷ്ടമായി വരില്ല. അപ്പോൾ അതെല്ലാം ഇത്രയും പോയിന്റ്സ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ പിന്നെ വെയർ ഗുഡ് ഡീസൻറ്റ് ഡ്രസ്, നമ്മളുടെ കംഫർട്ടബിളിനനുസരിച്ചിട്ടുള്ള നമ്മളുടെ നീറ്റ് ആൻഡ് ക്ലീൻ നമ്മൾ ഡ്രസ് യൂസ് ചെയ്യുക. അത് ഏത് ടൈപ്പ് ഡ്രസ്സായാലും കുഴപ്പമില്ല, പക്ഷെ അത് നമ്മുടെ കംഫർട്ടബിൾ അനുസരിച്ച് നീറ്റ് ആൻഡ് ക്ലീൻ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇനി ഒരു മേക്കപ്പിൻ്റെയും ആവശ്യമില്ല. ഇത്രയും സ്റ്റെപ്സ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. Will be signing off.